വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് റബീഹ. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ എക്സാമും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എത്തി, എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എക്സാമിലെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കറിയാം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് അല്ലെ നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്റെ ബാക്കിലെ സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ എക്സാം കടുക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊന്ന് വെക്കാനാണ് ഈ ഒരു എക്സാം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഒന്ന് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറയുന്ന എക്സാമിന് കമ്പനി ബോർഡ് LGSന്റെ അപേക്ഷകരുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നതിലുപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാ LGS ലെവൽ എക്സാം പോലെ അല്ല അല്ലെ നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്കറിയാം നമ്മുടെ 7th ഗ്രേഡ് ഉള്ളവർ അതല്ലെങ്കിൽ 7th ക്വാളിഫിക്കേഷൻ ഉള്ളവരും അതുപോലെ തന്നെ നമ്മുടെ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും എല്ലാവരും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ സാധാ നമ്മൾ ഒരു LGS എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം അല്ല കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. കാരണം എന്താ, അവിടെ നമുക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഈ പറയുന്ന 7th ഗ്രേഡ് ആണെങ്കിലും അതല്ല ഡിഗ്രി ലെവലിലുള്ളവരും ഒരുപോലെ പഠിച്ച് ഒരുപോലെ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നവരാണ്. സോ നമുക്കറിയാം ഇവിടെ കോമ്പറ്റീഷന്റെ ലെവല് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, അത് കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ ഒന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് അപ്പിയർ ചെയ്യുക, അതിനുള്ള പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. കാരണം ഇത്രയും നമ്മളിപ്പോ പറഞ്ഞ പോലെ LGS അല്ല, LGS ലെവലിൽ അല്ലെങ്കിൽ 7th ലെവലിൽ ഉള്ളവർ മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന 10th 12th അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും ഒരുപോലെ അപ്പിയർ ചെയ്യുന്നതും ഒരുപോലെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ഒരു എക്സാം ആണ്. സോ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, അത്യാവശ്യം ഒരുപാട് പേര് അപ്പിയർ ചെയ്യുന്ന അതുപോലെ തന്നെ വാക്കൻസികളുടെ കാര്യം നമുക്കറിയാം അത്യാവശ്യം കൂടുതലുള്ള എക്സാം തന്നെയാണ്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിന്റെ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം നമ്മൾ ഏതൊരു എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്തും അവിടെ കുറച്ച് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏതൊക്കെയാ എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് അവരുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇവിടുന്നൊക്കെ പഠിച്ച് പോകുന്ന ആളുകൾ ഉണ്ടാവാം. എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെയാണ്, ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കും അല്ലെ. ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകള് അവരെന്താണ് അവരുടെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ എല്ലാം ശേഷം അവരെന്ത് ചെയ്യും, ഈ പറയുന്ന എക്സാമിന് പ്രിപ്പറേഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇതിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആരാ, പഠനത്തോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ ജോലിയോടൊപ്പം തന്നെ അവരുടെ പഠനവും കൊണ്ടുപോകുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് ഈ ഒരു ടൈപ്പിൽ കാണാനായിട്ട് പറ്റും. അവര് പണിയെടുക്കും, അതോടൊപ്പം തന്നെ അവരുടെ പഠനവും അവർ കൃത്യമായിട്ടുള്ള ആ ഒരു ഇടവേളകളിൽ അവർ കൊണ്ടുപോകുന്നവരെ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ഈ പറയുന്ന PSC കോച്ചിങ് പോലെയുള്ള കോച്ചിങ്ങുകൾക്ക് പോയിട്ട് കൃത്യമായിട്ട് അതിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ. കോച്ചിങ് മാത്രം എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലിയിൽ എത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഏത് ടൈപ്പാ വരുന്നത്, സാധാ സ്റ്റുഡൻസ്. ഇപ്പൊ ഈ പറയുന്ന ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസും ഇവിടെ വരുന്നുണ്ട്. ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഓരോരുത്തരുടെയും പഠന ലെവൽ എന്ന് പറയുന്നത് ഇവിടെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ
എത്രയൊക്കെ വേക്കൻസി അവിടെ ഉണ്ടെങ്കിലും എത്രയൊക്കെ 7th ക്വാളിഫിക്കേഷൻ ആണ് ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്നത് എന്ന് പറയുമ്പോഴും അവിടെ എന്താണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൂടുതലാണ് എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ആ ഒരു സീരിയസ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പലപ്പോഴും നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയായിരിക്കും എക്സാം ഇവിടെ ബുദ്ധിമുട്ടാവാനായിട്ട് സാധ്യതയുണ്ടോ, ടഫ് ആയിരിക്കോ, ഈസി ആയിരിക്കോ എന്നുള്ള ഒരു കാര്യമൊക്കെ ഇവിടെ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും ടഫ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു കമ്പനി ബോർഡ് LGSന് കാണാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാം, അതോടൊപ്പം തന്നെ നമുക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കാരണം വെച്ചാല് നിങ്ങളിപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ എന്ത് പറയാണ്, നമ്മുടെ റിനൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഇവിടെ പറയാണ്. ഓക്കെ, റിനൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരികയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. 4 എന്തായിരിക്കാം, ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ രാജാറാം മോഹൻ റായിനെ കുറിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചോ ദയാനന്ദ സരസ്വതിനെ കുറിച്ചോ ഒക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അവിടെ കൃത്യമായിട്ട് ആ 4 ഓപ്ഷൻസും അറിയാം, അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴും അതും എന്തായിരിക്കില്ല, ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ബേസിക് ആണെങ്കിലും കാര്യങ്ങളും കൃത്യമായിട്ട് SCERT എന്ന് പറയുന്നത് പുതിയ NCERT കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുക, കോമ്പറ്റീഷൻ അറിഞ്ഞ് പഠിക്കുക, പ്രിപ്പറേഷൻ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. സോ റിനൈസൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയ ആണ്. ഇവിടെയും നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസോ കാര്യങ്ങളൊക്കെ ആവും ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ അതിലെ ഓരോന്നും കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അവിടെ വരുമ്പോഴും എന്തായിരിക്കാം, അതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എന്നുള്ളതാണ്. സോ അതാണ് ഈ ഒരു എപ്പോഴും പറയുന്ന പോലെ എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് അപ്പുറത്ത് നമ്മളെക്കാൾ എഫേർട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുക. അതിനനുസരിച്ച് കൊണ്ടുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ട് SCERT ഫോക്കസ് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ തറവാക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളത് നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളെപ്പോഴും ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ PSC ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ GK എന്നാണല്ലോ തുടങ്ങുക. ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മൾ അവിടെ GK എന്നാണ് തുടങ്ങുക. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന എക്സാമിന്റെ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവരായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 2 പ്രധാന ഏരിയകളുണ്ട്. 20 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന 2 പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് അവിടെ ഉണ്ട്. ഏതാണത്? നമ്മുടെ കറന്റ് അഫയറും അതുപോലെ തന്നെ മാത്സും. ഓക്കെ, കറന്റ് അഫയറും മാത്സിനും എത്രയാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്? മാത്സിനാണെങ്കിലും അതുപോലെ തന്നെ കറന്റ് അഫയറിനാണെങ്കിലും ഇവിടെ 20 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. സോ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ കറന്റ് അഫയറും മാത്സും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ 40 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ബാക്കിയുള്ള GK പോർഷൻ നമ്മൾ പറയുമ്പോൾ GKയുടെ ഭാഗത്ത് നിന്ന് എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കുമ്പോൾ എക്കണോമിക്സ് ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് നമുക്ക് വരുന്ന മാർക്ക് എത്രയാ? 40 മാർക്കാണ്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യം, സയൻസ് എന്ന് പറയുന്ന ഭാഗങ്ങളും അവിടെ 10 മാർക്ക് വെച്ചുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന GK ആണെങ്കിലും പൊതുജനാരോഗ്യമാണെങ്കിലും സയൻസ് ആണെങ്കിലും ഒന്ന് സൈഡിലോട്ട് മാറ്റിവെച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഈ പറയുന്ന മാത്സും അതുപോലെ തന്നെ കറന്റ് അഫയറിനും നിങ്ങൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. മേ ബി നിങ്ങളെ റാങ്കിലോട്ട് എത്തിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന
എന്താണ് ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ആയിട്ട് ഏത് മാറും? ഈ പറയുന്ന മാത്സും കറണ്ട് അഫെയറും മാറാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാത്സ് നമ്മളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ പാറ്റേണിലോ കാര്യങ്ങളിലോ ഒന്നും വലിയ ചേഞ്ച് വരാനായിട്ടൊന്നും സാധ്യതയില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ പലവരെയും ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു ഏരിയ ആണ് ഈ പറയുന്ന കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. എവിടെ തൊട്ട് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിരിക്കും. പക്ഷെ നമുക്ക് എന്താണ് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന 20 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഏരിയ ആണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പഠനത്തിൽ ഈ 2 ഏരിയാസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഏരിയാസിന് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ്, അതിന് കൊടുക്കുന്ന സമയത്തേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സിലും കറണ്ട് അഫെയറിലും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ മാത്സിന്റെ കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, വർക്ക്ഔട്ടുകൾ ചെയ്തുകൊണ്ട് തന്നെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ എന്താണോ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ GKയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഏരിയാസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക, അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ എന്താണ്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ 4 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ്, നമ്മളെക്കാൾ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നടത്തുന്നവർ അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. വെയിറ്റേജ് മനസ്സിലാക്കി എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് LGSന്റെ ബാച്ചുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മെന്റർഷിപ്പ് കാര്യങ്ങളും ഇതെല്ലാം അടങ്ങുന്ന മോക്ക് ടെസ്റ്റുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ താഴെ എന്ത് ചെയ്യാം, ഗൂഗിൾ ഫോമോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മാത്സും അതുപോലെ തന്നെ കറണ്ട് അഫെയർ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. എന്തായാലും എക്സാമിലെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ നടക്കട്ടെ. താങ്ക് യു.